ക്യാമ്പസ് വ്യാവസായിക പാർക്ക്. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായായിരിക്കും വിദ്യാഭ്യാസത്തിനോടൊപ്പം ഒരു വ്യാവസായിക പാർക്ക്. തീർച്ചയായിട്ടും ഇത് മറ്റു സംസ്ഥാനങ്ങൾക്ക്, മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് വ്യവസായ മന്ത്രി ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ജനറേഷനുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ മന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ ചടങ്ങിലെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർവകുപ്പ് മന്ത്രി ശ്രീ രാജീവ്, ഇന്നത്തെ ചടങ്ങിലെ അധ്യക്ഷൻ തിരുവനന്തപുരം നിയമസഭാംഗം അഡ്വക്കേറ്റ് ആന്റണി രാജു, ക്യാമ്പസ് പാർക്ക് ഓൺലൈൻ പോർട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ശ്രീമതി ഇഷ്ട റോയ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രിയൽ പാർക്ക്, സംസ്ഥാനത്തുടനീളമുള്ള ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ, മെഡിക്കൽ വിദ്യാഭ്യാസവും എല്ലാം അടങ്ങുന്ന സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഭൂമി വ്യവസായ പാർക്കുകളുടെ തുടങ്ങുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള സംസ്ഥാനത്ത് വനഭൂമിയും അതുപോലെ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ബുദ്ധിഭൂമിയും എല്ലാം മാറ്റിവെച്ചാൽ നമുക്ക് വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഭൂമിയുടെ തോത് തുലവും കുറവാണ്. ഈ ഒരു ദൗർലഭ്യം പരിഹരിക്കുവാൻ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നത്. ഇതിനകത്ത് കൂടി മറ്റൊരു വളരെ മഹനീയമായിട്ടുള്ളൊരു ആശയം കൂടി സാക്ഷാത്കരിക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്നുള്ള തത്വങ്ങൾ, പഠിക്കുന്ന പാഠങ്ങൾ അവ കൃത്യമായിട്ടും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങൾ, എല്ലാ അർത്ഥത്തിലും പൊതുവെയാകുന്ന സങ്കല്പങ്ങൾ അവയ്ക്കെല്ലാം തന്നെ സമൂർത്തഭാവം നൽകുവാനും വേണ്ടിയുള്ള ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ് കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് മികച്ച ആശയങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക പിന്തുണ കിട്ടാൻ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമില്ലാത്തൊരു അവസ്ഥയുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് സംരംഭകർ ഉയർന്നു വരികയും അവർക്ക് വേണ്ട സാങ്കേതികവും സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സംഘടനാപരവുമായിട്ടുള്ള പിന്തുണ, ക്രിട്ടിക്കൽ ഹാൻഡ് ഹോൾഡിംഗ് എല്ലാ അർത്ഥത്തിലും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ വ്യവസായ വകുപ്പും ചേർന്നുകൊണ്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ലബോറട്ടറീസിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടക്കുന്ന ഗവേഷണത്തിന്റെ സഫലങ്ങൾ കൃത്യമായിട്ട് കമ്പോളത്തിലും മനുഷ്യർക്കിടയിലും എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൽ കണ്ടുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ നിരവധി പേറ്റന്റുകൾ ഉണ്ടാവുന്നു. ആ ഉണ്ടാവുന്ന പേറ്റന്റുകൾ എത്രത്തോളം കമേഴ്ഷ്യലി വയബിളായിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും മാർക്കറ്റിങ്ങിലൂടെ പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണത കൈവരിച്ച ഉൽപ്പന്നങ്ങളായി മാറുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 5-10% ഈ ഒരു കൺവേർഷൻ കമ്പോളത്തിന് ഉപയുക്തമായ തരത്തിലുള്ള അത്യാധുനികമായ ഏറ്റവും സാങ്കേതിക മേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ ഡിസ്കണക്ട് ബിറ്റ്വീൻ ദ ക്ലാസ് റൂം ആൻഡ് ദ ഇൻഡസ്ട്രി. ഈ ഒരു ഡിസ്കണക്ട് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കുവാനും ആ ഒരു വിടവ് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. ഇവിടെ നൂതനങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ആശയങ്ങൾ, ഇവിടെ വ്യാവസായികമായിട്ടുള്ള ഉത്പാദനം വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളോടൊപ്പം ഈ പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ പാർക്കും മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുള്ള ഹരിതാർജിച്ച നേതൃത്വം നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സന്തോഷ് കോശി തോമസിനെ സ്വാഗതം ചെയ്തുകൊള്ളു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകർ, അക്കാഡമിക് വിദഗ്ധർ, വിവിധ കലാലയങ്ങളുടെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, നൂതനങ്ങളായ ആശയങ്ങളുമായി ഇവിടെ എത്തിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് സംരംഭകർ എന്ന് തുടങ്ങി എല്ലാ അർത്ഥത്തിലും പുതുമയെ പുത്തനായിട്ടുള്ള ആശയം
സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പോകുന്ന ഒരു പദ്ധതിയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുക. കഴിഞ്ഞ കുറേ നാളുകളുടെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പദ്ധതിക്ക് അവസാന രൂപം നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതേറെക്കാലമായി പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം എല്ലാ വ്യവസായ സംഘടനകളുടെ പ്രതിനിധികളുമായി അവരെന്താണ് ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ടീമായി തന്നെ എല്ലാ ജില്ലകളിലേക്കും പോയി. ആ ജില്ലകളിലെ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചു. അവരുടെ മുമ്പിലും what do you expect from the government for attracting more investment and creating more employment opportunities? ഈ ചോദ്യം അവരോട് ചോദിച്ചു. അവർ അഭിമുഖീകരിക്കുന്ന പ്രായോഗികമായ കുറേയേറെ പ്രശ്നങ്ങൾ ഈ ചർച്ചകളിലൂടെ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചു. നുവാൽസിന്റെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ കെ.സി. സണ്ണി അധ്യക്ഷനായ ഒരു കമ്മിറ്റി നിയമങ്ങളിലും ചട്ടങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ആ കമ്മിറ്റി അതിവേഗത്തിൽ തന്നെ അവരുടെ ശുപാർശകൾ സമർപ്പിച്ചു. വ്യവസായ വകുപ്പ് അതിനെ ആധാരമാക്കി, ശുപാർശകൾ ആധാരമാക്കി പുറപ്പെടുവിക്കേണ്ട ഉത്തരവുകൾ, ചട്ടഭേദഗതികളെല്ലാം തന്നെ നടപ്പിൽ വരുത്തി. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ ഭേദഗതികൾ അത് അവസാന രൂപത്തിലാണ്. മിക്കവാറും അടുത്ത സമ്മേളനത്തോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എങ്കിൽ പോലും ആ ഭേദഗതികളും വരുത്താൻ കഴിയുമെന്ന് കണക്കാക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം വന്നിരുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. ഭൂമിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി. ഉള്ള ഭൂമിയുടെ അളവ് കുറവാണ്. അതിന് ഒത്തിരിയേറെ നിയന്ത്രണങ്ങളുണ്ട്. CRZ, വെറ്റ്ലാൻഡ്, അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ഗട്ട് റെഗുലേഷൻ, ഇതുകൂടെ രാംസാർ, കൂടാതെ ഫോറസ്റ്റ് ഏരിയ കൂടുതലാണ്, പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സങ്കീർണമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവൈലബിളായ ലാൻഡിൽ തന്നെ ഉണ്ട്. പിന്നെ വ്യവസായ പാർക്കുകളിൽ നൽകിയിട്ടുള്ള, വ്യവസായ എസ്റ്റേറ്റുകളിൽ നൽകിയിട്ടുള്ള ലാൻഡ്, അതിൻ്റെ ചട്ടങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. അതുകൊണ്ട് ഒന്ന് കൂട്ടിയാൽ പിന്നെ കേസ് തന്നെ ആയിട്ട് നടക്കുകയാണ്. ഒരു 10-50 വർഷക്കാലമായി ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാറുണ്ട് എന്ന് ഞങ്ങളുടെ ഈ ചർച്ചകളിലൂടെ ഉയർന്നു വരികയുണ്ടായി. അതിനെ തുടർന്ന് ലാൻഡ് അലോട്ട്മെന്റ് പോളിസി അംഗീകരിച്ചു. നിലവിലുള്ള റൂള് റവന്യൂവുമായി ചർച്ച ചെയ്ത് റവന്യൂവിന്റെ കൂടി അംഗീകാരത്തോടെ റവന്യൂവിനെ കൊണ്ട് തന്നെ, നേരത്തെ ഇൻഡസ്ട്രീസ് കുറച്ച് ചട്ടങ്ങൾ ഇറക്കിയിരുന്നു, പക്ഷെ ഭൂമി റവന്യൂവിന്റെ അവരുടെ ജൂറിസ്ഡിക്ഷനിലാണ് എന്നതുകൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നതിൽ ഒത്തിരിയേറെ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ റവന്യൂ തന്നെ ഞങ്ങളുമായി ചർച്ചയിൽ ധാരണയിലെത്തിയ കാര്യങ്ങളിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി. അത് വലിയ ആശ്വാസമാണ് ആ മേഖലയിൽ വന്നത്. അതിനെ തുടർന്ന് ഇൻഫ്രാ KICTC അത് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ആഴ്ച തന്നെ അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവൈലബിളായ പാർക്കിലും എസ്റ്റേറ്റിലുമുള്ള സിഡ്കോയുടെയും അതിന്റെ ഭാഗമായി തന്നെ DIC അതിനാണ് അവരും ഫോളോ ചെയ്യുന്നത്. 4 സ്ഥലങ്ങളിലുള്ള ലാൻഡ് അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള സങ്കീർണതകളെല്ലാം അവസാനിപ്പിച്ചു. എന്നാലും നമുക്ക് ലാൻഡ് പോരാ. പിന്നെ ഗവൺമെന്റ് ഇപ്പോൾ അക്വയർ ചെയ്തെടുക്കുന്ന വേണ്ടി വരുന്ന ചെലവും ഡെവലപ്മെന്റ് കോസ്റ്റും അത് ഈടാക്കി ഒരു സംരംഭകന് ലാൻഡ് നൽകിയാൽ അത്രയും ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി വൈബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് കണക്കിലെടുത്തിട്ടാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഒരു പുതിയ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ അവതരിപ്പിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 27 പാർക്കുകൾക്ക് കേരളത്തിൽ പ്രൈവറ്റ് പാർക്കുകൾക്ക് അംഗീകാരം നൽകാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. 27 പാർക്കുകൾ. അപ്പൊ അതെല്ലാ ജില്ലയിലും ആ പാർക്കുകൾ ഇപ്പോൾ 2 ഉദ്ഘാടനം ചെയ്തു, ബാക്കിയെല്ലാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വ്യവസായ മേഖലയിലെ തർക്കങ്ങൾ, പരിശോധനകൾ, ഇതായാലും ഞങ്ങൾ ഈ ഇന്ററാക്ഷൻ വന്ന ഒരു പ്രശ്നം. മിന്നൽ പരിശോധന വരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം തോന്നിയാൽ അപ്പോൾ ഒരു പരിശോധന വരും.
50 കോടി രൂപ വരെയുള്ളതിന് ഈ പുതിയ നമ്മുടെ ഓൺലൈൻ സംവിധാനം വന്നിട്ടില്ല. പഴയ പോലെ നിൽക്കുക 10 കോടി രൂപ വരെയുള്ളൂ. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ K-SWIFT 3 വർഷം വരെ വ്യവസായം നടത്താനുള്ള അനുമതി K-SWIFT വഴി അത് 50 കോടി രൂപ വരെയുള്ള MSME ഡെഫിനിഷൻ പൂർണ്ണമായി അതിന് ബാധകമാക്കി. എന്നാൽ അഫിഡാവിറ്റ് വേണം നിയമാനുസൃതമായിരിക്കണം എന്ന് അവർ ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ലൈസൻസ് ഇല്ലാതെ അവർക്ക് തുടർച്ചയിലും 3 വർഷം കഴിഞ്ഞാൽ ലൈസൻസ് നേടിയും പ്രവർത്തിക്കാൻ കഴിയും. 50 കോടി കഴിഞ്ഞാലോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിന് നിയമസഭ ഒരു നിയമം പാസാക്കി. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി 50 കോടിക്ക് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എല്ലാ രേഖകളും അടിസ്ഥാനപ്പെടുത്തി ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ വിത്തിൻ 7 days ഒരു കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കണം എന്ന നിയമവും കേരളം പാസാക്കിയിരുന്നു. പിന്നെ ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കും? ഓരോരുത്തർക്കും ഒരു ദിവസം തോന്നിയാൽ മതി, അപ്പോൾ നേരെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എന്താ കണ്ടെത്തി അതറിയണമെങ്കിൽ പിന്നെയും കയറി ഇറങ്ങണം ഓഫീസ്. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാനില്ല. നമ്മൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? വിവാദത്തിൽ പോയി അങ്ങോട്ട് പ്രതികരിച്ച് നമ്മൾ ഊർജ്ജം കളയണ്ട. നമുക്ക് തിരുത്തേണ്ടതുണ്ടോ? അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇൻസ്പെക്ഷൻ സംവിധാനം സബ്ജക്റ്റീവായ ഫാക്ടറുകളാൽ നിയന്ത്രിക്കപ്പെടാൻ പാടില്ല. ഓരോരുത്തരും ആത്മനിഷ്ഠമാകാൻ പാടില്ല. അവർ നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള KSIS, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം, എല്ലാ വകുപ്പും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സിസ്റ്റം തീരുമാനിക്കുക ഏത് ഉദ്യോഗസ്ഥൻ എവിടെ പോകണം. അവിടെ പോയി പരിശോധന കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കണം. ചിലപ്പോൾ പരാതി ഉണ്ടാവും, പരാതിക്കാരൻ അറിയണം. ഇവിടെ പൊല്യൂഷൻ പ്രശ്നം പറഞ്ഞാൽ പൊല്യൂഷൻ അപ്ലോഡ് ചെയ്യണം. കമ്പനി ഓണർക്കും റിപ്പോർട്ട് 48 മണിക്കൂറിൽ കൊടുക്കണം. പിന്നെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സവിശേഷ സ്ഥിതിയുള്ളവരുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റായി പരാതി എഴുതൽ തന്നെയാണ് അവർ പ്രധാന ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഒരു കമ്പനിക്ക് തുടർച്ചയായി പരാതി വരികയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്ന സിസ്റ്റം പറയും ഇത് 2 മാസം പോയി പരിശോധിച്ചാൽ കുഴപ്പമില്ല, അപ്പൊ പിന്നെ പോണ്ട. അപ്പൊ അങ്ങനെ ഒരു KSIS, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം നമ്മൾ നടപ്പിലാക്കി. അപ്പൊ നല്ല മാറ്റം അതിന്റെ ഭാഗമായി വന്നു. ലാൻഡ് അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വന്നു, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നു, KSIS വന്നു. പിന്നെ പരാതി എങ്ങനെ പരിഹരിക്കാം? ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്താൽ തന്നെ മന്ത്രിയെ തന്നെ വിളിക്കണമെന്നാണ് നമ്മളത് കരുതുന്നത്, എന്നാലേ രക്ഷയുള്ളൂ. എന്നാൽ വ്യവസായ മന്ത്രിക്ക് KICBയിൽ ഒരു അധികാരമില്ല. മന്ത്രിക്ക് കത്ത് കൊടുക്കാൻ ഇത് പരിഹരിക്കണം. അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് കിട്ടിയില്ല, അപ്പോഴും എനിക്കായിരിക്കും പരാതി വരിക. വ്യവസായ മന്ത്രിയുടെ അധികാരം എന്നുള്ളത് വ്യവസായം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ഷേപങ്ങൾ കേൾക്കുകയും എല്ലാ പരാതികളും ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറണം. വേറെ അധികാരമൊന്നുമില്ല. കാരണം എല്ലാ ലൈസൻസും മറ്റു വകുപ്പുകളാണ്. പഞ്ചായത്ത് കൊടുക്കണം, KSCB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേറെ വകുപ്പാണ്, മുഖ്യമന്ത്രിയുടെയാണ്, ഫയർ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അങ്ങനെ എല്ലാം ലീഗൽ മെട്രോളജി മറ്റൊരു വകുപ്പാണ്. എല്ലാം മറ്റു വകുപ്പുകളാണ്. ഞങ്ങളുടെ വകുപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കൊടുക്കാം, പിന്നെ ഈ ആക്ഷേപങ്ങൾ കേൾക്കാമെന്നാണ് പൊതു അധികാരം. അപ്പൊ ആര് തീരുമാനം എടുക്കും? അതിന് നിയമസഭ ഒരു പുതിയ നിയമം പാസാക്കി, സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം. പരാതി ആ കമ്മിറ്റി കൊടുത്താൽ 30 ദിവസത്തിനകം കമ്മിറ്റി തീരുമാനിക്കണം. കമ്മിറ്റി എല്ലാ വകുപ്പുകളുടെയും ആളുകൾ ചേരുന്നതാണ്. ആ തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 15 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം. 16ാമത്തെ ദിവസമായാൽ ഉദ്യോഗസ്ഥൻ ഫൈൻ ഈടാക്കാം. അങ്ങനെയാണ് നിയമസഭ വിവരാവകാശ നിയമം രാജ്യത്തെ നിയമമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം വ്യവസായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കാൻ. സാധാരണ ഞങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ ഫൈൻ ഈടാക്കാനാണ് നിയമസഭ നിയമം പാസ്സാക്കാറ്. ആദ്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഫൈൻ ഈടാക്കാനുള്ള നിയമം കേരള നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ ലീഗലായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു, ഭൂമിയുടെ കാര്യത്തിൽ സ്റ്റെപ്പ് എടുത്തു. അതിൻ്റെയൊക്കെ തുടർച്ചയിൽ ഞങ്ങൾ നേരെ ഇൻഡസ്ട്രിയൽ പോളിസി 2023 നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കുറവുകളും തിരിച്ചറിഞ്ഞ് നമുക്ക് എന്തൊക്കെ വ്യവസായം പറ്റും. വലിയൊരു ഗാർമെന്റ് ഫാക്ടറി നമുക്ക് സാധ്യമാവില്ല, കാരണം അത്ര സ്ഥലം വേണം. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മൈഗ്രന്റ് ലേബർ ആയിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെ അവിടെ ജോലി ചെയ്യാൻ തയ്യാറാവില്ല. പിന്നെ പൊല്യൂഷൻ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ BMW ഒന്ന് എന്തുകൊണ്ട് പോയി? ഹർത്താലൊന്നും ആയിരുന്നില്ല അവരുടെ കാര്യം. അവർക്ക് കോർട്ടിനോട് ചേർന്ന് സ്ഥലം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ആളുകൾ തന്നെ പറഞ്ഞില്ല. കാരണം അവർ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളിൽ ഫാക്ടറിയിൽ നിന്ന് കപ്പലിലേക്ക് കാറ് കയറ്റി കൊണ്ടുപോകുമ്പോൾ 100 കാറിൽ 95 അവിടെ എത്തിയാൽ
നല്ലതെന്ന് കരുതുന്ന രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹർത്താലെന്ന് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി അന്ന് ഇപ്പോൾ ആ പ്രശ്നവും അങ്ങനെ കേരളത്തിൽ നിൽക്കുന്നില്ല. നമുക്കൊരു 1000 ഏക്കർ ഭൂമി വേണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു 100 ഏക്കർ ഭൂമി നമ്മൾ എടുക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു 500 പേരായിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത് അല്ലെങ്കിൽ UP ഒരു 1000 ഏക്കർ 2 പേരുടെ സംസാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയത് വരും. കാരണം അതാണ് ഭൂമിയുടെ. അപ്പോൾ നമുക്ക് അത്രയും വലിയ ഇൻഡസ്ട്രി പറ്റില്ല. 22 നമ്മുടെ ഗുണം എന്താ? ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, നല്ല ചെറുപ്പം, നല്ല രീതിയിലുള്ള സ്കില്ലായിട്ടുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. 139 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. നേരത്തെ ആളുകൾ പോയിരുന്നത് സ്റ്റെനോഗ്രഫി, സിലോൺ, മുംബൈ, പിന്നെ ഗൾഫ് വന്നപ്പോൾ അൺസ്കിൽഡ്. ഇപ്പൊ നമ്മുടെ യാത്രാ സ്ഥലങ്ങൾ മാറി. യൂറോപ്പ്, അമേരിക്ക, അവിടെ എല്ലാം ഹൈലി വൈറ്റ് കോളർ. ഗൾഫിൽ പോകുന്നതും ഇപ്പോൾ വേറെ ജോലി, പഴയ ജോലിയല്ല, കുറെ കൂടി വൈറ്റ് കോളർ ജോബ്സ് ആണ്. നമ്മുടെ അടിസ്ഥാനം നോളജാണ്. അതുകൊണ്ട് കേരളം നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിക്കാണ് സാധ്യത. അങ്ങനെ 22 പ്രയോറിറ്റി സെക്ടർ, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഗ്രഫീൻ, ടൂറിസം, ഇങ്ങനെയുള്ള ഫുഡ് ടെക്നോളജി, സ്പേസ്, ഡിഫൻസ്, ഇതെല്ലാം നമുക്ക് സാധ്യതയുള്ളതാണ്. അങ്ങനെ 22 പ്രയോറിറ്റി സെക്ടറുകൾ നിശ്ചയിച്ചു. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ പ്രഖ്യാപിച്ചു. അതിന്റെ തുടർച്ചയിൽ മറ്റ് പോളിസികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രഫീൻ പോളിസി, ESG, എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടാണ്. അപ്പോൾ അത് കേരളത്തിൽ ഒത്തിരി സാധ്യതയുണ്ട്. ESG പോളിസി നമ്മളിപ്പോൾ വിശദപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹൈടെക് മാനുഫാക്ചറിംഗ്, നമ്മുടെ വലിയ സാധ്യത ഇതിനകത്ത് ഹൈടെക് മാനുഫാക്ചറിംഗ് പോളിസി. എക്സ്പോർട്ട് പോളിസി, നമുക്ക് എക്സ്പോർട്ടിന് വലിയ സാധ്യതയുണ്ട്. ലോജിസ്റ്റിക്, നമ്മൾ ജനങ്ങൾക്ക് 20% സാധനങ്ങൾ നമ്മളെ വാങ്ങിക്കൂടുന്നത് ഇന്ത്യയുടെ ലോജിസ്റ്റിക് പോളിസി. ഇങ്ങനെ പുതിയ പോളിസികൾ ഇപ്പൊ നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി കോൺക്ലേവുകൾ, റൗണ്ട് ടേബിളുകൾ, റോഡ് ഷോകൾ. അതിലൊന്നാണ് ഇപ്പോൾ ജനറേറ്റീവ് AI കോൺക്ലേവ് നമ്മൾ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. വളരെ വിജയകരമായിരുന്നു. 27 വയസ്സാണ് പങ്കെടുത്തവരുടെ ശരാശരി പ്രായം, 27 വയസ്സ്. ഇനിയിപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 24 ഇന്റർനാഷണൽ റോബോട്ടിക് റൗണ്ട് ടേബിൾ, റൗണ്ട് ടേബിൾ 100 പേര് പങ്കെടുക്കുന്ന എക്സ്പെർട്സ്, റിസർച്ചേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഇവർ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ റോബോട്ടിക് റൗണ്ട് ടേബിൾ ഓഗസ്റ്റ് 24. പിന്നെ ഒരു 11 റൗണ്ട് ടേബിളുകൾ കൂടി അതിന്റെ തുടർച്ചയിൽ, മൊത്തം 12 റൗണ്ട് ടേബിളുകൾ. ഓഗസ്റ്റ് 8, 9 അല്ലേ ചെന്നൈയിൽ നമ്മുടെ റോഡ് ഷോ ഇൻവെസ്റ്റേഴ്സ് നടത്തി. പിന്നെ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി 3 സ്ഥലങ്ങളിൽ കൂടി നമുക്ക് റോഡ് ഷോ. പിന്നെ ഖത്തർ, ദുബായ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അതിന്റെ തുടർച്ചയിൽ ജനുവരി മധ്യത്തിൽ കൊച്ചിയിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. നമ്മൾ നേരെ വലിയൊരു കോലാഹലം നടത്തി ഇത്ര ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. വി ആർ റെഡി, സജ്ജമാണ്. നിങ്ങൾക്ക് ആരെയും ജോലിക്ക് എടുക്കാം. സംവരണം നമുക്ക് മലയാളികൾക്ക് തൊഴിലിന് വേണ്ട. മറ്റ് ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. മറ്റ് നമുക്ക് സ്കില്ലുണ്ട്. കോമ്പറ്റീഷനിൽ തന്നെ നമ്മുടെ മലയാളികൾക്ക് കിട്ടേണ്ട അർഹമായതെല്ലാം കിട്ടിക്കോളും. പിന്നെ നമ്മളിപ്പോൾ 14 മണിക്കൂർ ജോലി, 16 മണിക്കൂർ ജോലി കൂടെ ചെയ്യേണ്ട കേരളത്തിൽ. നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ മിക്കവാറും ജോലി സമയം കുറയാനാണ് സാധ്യത. പിന്നെ ഫ്ലെക്സി പ്ലേസ്, ഫ്ലെക്സി ടൈം. ഞങ്ങൾ പറഞ്ഞു വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം കേരള. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണെങ്കിൽ 3-4 മാസം ജോലി ചെയ്യാൻ പറ്റുന്നു, ബാക്കി വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഡെസ്പറേഷൻ, ഫ്രസ്ട്രേഷൻ, പല പ്രശ്നങ്ങളും വരും. കേരളത്തിൽ 4 മണിക്കൂർ 360 ദിവസം ജോലി, നല്ല മനോഹരമായ അന്തരീക്ഷം. വർക്ക് ഫ്രം കേരള, റിവേഴ്സ് മൈഗ്രേഷൻ. ഇപ്പൊ IBM തന്നെ 100 പേര് നമുക്ക് 2000 പേര്. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, ദ കണക്ടിംഗ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അതൊരു പ്രശ്നമാണ്, നമുക്ക് കുറവാണ്. കോളേജ് പഠിപ്പിക്കുന്നതിൽ നമ്മുടെ സ്കില്ല്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെങ്കിലും നമ്മുടെ പഠനവും സ്കില്ലും തമ്മിൽ ഗ്യാപ്പുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഇയോൺ മസ്കിനൊക്കെ ബന്ധപ്പെട്ട ഡെവലപ്പ് ചെയ്യുന്ന മലയാളി ഫൗണ്ടറായിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ കേരളത്തിൽ ഞാൻ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവാം. ഈ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവാം. അപ്പോൾ അവർ പറഞ്ഞ സ്കില്ല് ഉള്ള നമുക്ക് അത്ര കിട്ടുന്നില്ല.
അപ്പോൾ അതെങ്ങനെ, അത് നമ്മൾ നമ്മുടെ അസാപ്പോട് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണോ അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കോഴ്സ് നടത്തുകയാണ്. ആ സ്കില്ലിൻ്റെ ഗ്യാപ്പ് നമ്മൾ പരിഹരിക്കുന്നു. പിന്നെ കോളേജുകളിൽ സ്റ്റാർട്ടപ്പുകൾ, ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റർ സംവിധാനങ്ങൾ, നമ്മുടെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. മേക്കർ വില്ലേജ് നല്ല രീതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം KTയുടെ പരിപാടി, ഞാൻ മേക്കർ വില്ലേജിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ടപ്പുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പസുകൾ മാറുകയാണ്. ക്യാമ്പസിൽ ഇൻഡസ്ട്രി വരും, ഇൻഡസ്ട്രികളുടെ പ്രൊജക്റ്റുകൾ വരും. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ഒപ്പിട്ട് ആരംഭിക്കുന്ന ഒരു സെന്റർ, സിന്തറ്റിക് ബയോളജി, സെന്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി, സിന്തറ്റിക് ഗ്രൂപ്പാണ്. 20 കോടിയാണ് അവർ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി മുടക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ഇതിൻ്റെ രാജഗിരി, ഞാൻ തന്നെ അവിടെ ഉദ്ഘാടനത്തിന് പോയി. നമ്മുടെ അക്കാപ്പയിൽ പോയി, അവരവിടെ സെന്റർ നടത്തുന്നു. അവരുടെ കോഴ്സും അവരുടെ സിലബസ്, അവരുടെ താല്പര്യത്തിന്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കോഴ്സ് നടത്തുന്നു. കലക്ടറോ കുസാറ്റുമായിട്ട്, NP വഴി കുസാറ്റുമായിട്ട് ഇപ്പോൾ മൊഴി ചോദിച്ചു. ജിയോജി അവർ കുസാറ്റിൽ സെന്റർ തുടങ്ങി. ഞാനിപ്പോൾ നോക്കുമ്പോൾ ന്യൂട്രോസ്യൂട്ടിക്കൽസിൽ NG യൂണിവേഴ്സിറ്റി 4 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് MOU വെച്ച് അവർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ചിലർ പ്രൊഡക്റ്റുകൾ നൽകുന്നു. ഇപ്പൊ നാനോ ഫെർട്ടിലൈസർ NGOന്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം. ലോകത്ത് ചില യൂണിവേഴ്സിറ്റികൾ ഏകദേശം സമാനമായതാണെങ്കിൽ ഇതുപോലൊരു സംവിധാനം വേറെ ഞങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടില്ല. 2-3 ഗുണങ്ങൾ. ഒന്ന്, നമുക്ക് വ്യവസായത്തിന് ആവശ്യമായ സ്ഥലം ഇതിന്റെ ഭാഗമായി ഒരുക്കാൻ കഴിയും. നമുക്ക് സ്ഥലപരിമിതി കുറെ സ്ഥലം വെറുതെ കിടക്കും. ഞങ്ങൾ മാപ്പിംഗ് നടത്തി കേരളത്തിലാകെ. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കയ്യിൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാതെ എത്ര സ്ഥലം കിടപ്പുണ്ട്. PSUs, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, അവരുടെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിക്കാത്ത സ്ഥലത്തിലുണ്ട്. പിന്നെ സൊസൈറ്റികൾ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഖാദി സൊസൈറ്റി, ഇവരെല്ലാം ഡിഫൾട്ട് ആയിട്ടുണ്ട്. അതിന്റെ സ്ഥലം എത്ര ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ റവന്യൂ ലാൻഡ് നമുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കാവുന്നത് അത് എങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനെ മാപ്പിംഗ് നടത്തി ഈ ലാൻഡിന്റെ ഒപ്പം. അപ്പോഴാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറേയേറെ ലാൻഡ് പലരുടെയും പണ്ട് കാലത്തൊക്കെ ഒത്തിരി സ്ഥലമുള്ള ക്യാമ്പസിൽ ഇപ്പൊ അത് വേണ്ട, ആ ലാൻഡ് കൈവശം കിട്ടും. ഈ ലാൻഡ് നമുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ക്യാമ്പസിന്റെ ലാൻഡ് ഉപയോഗിക്കുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ പ്രയോഗമായിരിക്കണം. അതാണ് ഞങ്ങൾ ഒരു മാനദണ്ഡം വെച്ചിട്ടുള്ളത്. ഇതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ശക്തിപ്പെടുത്താൻ സഹായകരായിരിക്കണം. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകും. ഇതുപോലെ ഒഴുക്കില്ല. ഇപ്പൊ കേരളത്തിൽ ഒഴുകുന്നുണ്ട്, എല്ലായിടത്തും ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോ നാഷണൽ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കിയാൽ ഓരോ സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് അറിയാം. നമ്മൾ മാത്രമല്ല എല്ലായിടത്തും പോകുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ ഞാൻ കാണുന്ന പ്രവണത, നമ്മുടെ കുട്ടികൾ UK, ചില കുറച്ച് US, പിന്നെ ഓസ്ട്രേലിയ, കാനഡ എന്നാണ് പൊതു ഡെസ്റ്റിനേഷൻ പോകും. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ് പറയുന്നത്. ഇറാൻ, അറബ് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്. കേരളത്തിലിപ്പോ 48 രാജ്യങ്ങളിൽ നിന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കൻസ്. കുസാറ്റിൽ ഏകദേശം 32-33 രാജ്യങ്ങളിൽ നിന്ന് അപ്ലിക്കൻസ് ഉണ്ട്. ഇത് അങ്ങനെ ഒഴുകും. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ പഠിക്കാൻ പോകുമ്പോൾ എവിടെ പോകും? ഹാർവാർഡ്, കേംബ്രിഡ്ജ്, MIT, LSE, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, അല്ലെങ്കിൽ യേൽ സർവകലാശാല, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ എവിടെ പോകും? UK, കാനഡ, ഏതാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. ചിലര് ഇവിടത്തേക്കാണ് നിലവാരം കുറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ നോക്കും സിലബസ് എങ്ങനെയുണ്ട്, എത്ര നോബൽ റേറ്റ് ഫാക്കൽറ്റിയിൽ ഉണ്ടായിരുന്നു, അവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പണ്ട് നോക്കും. ഇപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് മറ്റേ അവിടെ കിട്ടും. ഇതാണ്. അപ്പൊ ഒന്ന്, നമ്മുടെ സിലബസ് കരിക്കുലം ഫ്ലെക്സിബിൾ ആയി. ഞാനിപ്പോ Gen A കോൺക്ലേവിൽ നമ്മുടെ ഹാക്കത്തോണിൽ പങ്കെടുത്ത കുട്ടികൾ വളരെ കോൺഫിഡൻസ് ആണ് കുട്ടികൾക്ക്, നല്ല എനർജിയാണ്. അപ്പൊ അവര് IBM കോമ്പറ്റീഷൻ ഫസ്റ്റ് ടീച്ചർ കുട്ടിയുടെ ചോദിച്ചു, നമ്മുടെ സിലബസ് എങ്ങനെയുണ്ട്? കുറെ കൊള്ള, പക്ഷെ ഇനി മാറാനുണ്ട്. പഴയ പോലെ അല്ല, ഇപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെയൊക്കെ പഠനകാലത്ത് അന്ന് പഠിച്ച എഞ്ചിനീയർ ഇപ്പോ CT എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ
അന്ന് ഫസ്റ്റ് സെമ്മിൽ പഠിച്ചത് 10-25 കൊല്ലം നിന്നുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യം ലാസ്റ്റ് സെം ആകുമ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആവും. അത്രയും വേഗത്തിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാറുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സിലബി കരിക്കുലം പെഡഗോഗിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ChatGPT കൊടുത്താൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അത് തരും. എന്താണ് ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക്, എന്തെല്ലാം കാര്യം വന്നിട്ടുണ്ട്, എന്താണ് സിഗ്നിഫിക്കൻറ്റ്, എന്താണ് അതിന്റെ ക്രിറ്റിസിസം, എന്താണ് അവനൊപ്പം ഇങ്ങനെ തരും. പഴയപോലെയല്ല. അപ്പൊ അത്രയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവും അതുകൊണ്ടാണ് വളരെ ക്രിയാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മുടെ 4 ഇയറിലേക്ക് പോയി സിലബസുകൾ മാറുന്നു. യൂണിവേഴ്സിറ്റി ഇപ്പോൾ KTU ഓണ്ടർപ്രണർഷിപ്പ് പ്രാധാന്യം നൽകിയിട്ടുള്ള അവരുടെ പരിഷ്കരണം വന്നു. നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി മാറ്റി തീർക്കാനായി വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ പ്രശ്നം എന്താ? ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഞങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട് ഇതാണ്. ക്യാമ്പസിനോട് ചേർന്ന് ഭൂമി ലഭ്യമാവുന്നിടത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. എന്നാൽ ക്യാമ്പസിന് ആവശ്യമായ ഭൂമി കഴിഞ്ഞിട്ടുള്ള ഭൂമി ആയിരിക്കണം. ഇപ്പൊ AICT അനുസരിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ എത്ര ലാൻഡ് ആവശ്യമാണ്? വാട്ട് ഈസ് എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ്? ഇപ്പൊ ചിലതൊക്കെ മാറ്റി, ചിലത് വെർട്ടിക്കൽ മതി എന്നൊക്കെ പറഞ്ഞു. പണ്ട് മെഡിക്കൽ കോളേജിൽ 25 ഏക്കറായിരുന്നു, ഇപ്പൊ അത് മാറി. പിന്നെ മെഡിക്കൽ കോളേജോട് ചേർന്ന് തന്നെ വേണം, ഇപ്പൊ അത് മാറി. നമ്മുടെ വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ടെക്നോളജി മാറി. UGC സിറ്റിയിൽ വില്ലേജിൽ വ്യത്യസ്ത കോളേജ്. അപ്പൊ UGC അനുസരിച്ച് എത്ര ലാൻഡ് വേണം, AICT അനുസരിച്ച് എത്ര ലാൻഡ് വേണം, ആ ലാൻഡ് കഴിഞ്ഞ് നമുക്ക് 5 ഏക്കറിൽ കൂടുതൽ വേണം. ഞങ്ങളിൽ അതുകൊണ്ട് നമുക്ക് ഒരു പരിമിതി ഇല്ല. അത് അല്ലെങ്കിൽ അതിന് അംഗീകാരം ചിലപ്പോൾ പോയെന്ന് വരും. ഇപ്പൊ AICTയുടെ ചില പുതിയ റെഗുലേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന വ്യവസ്ഥകളുണ്ട്. എന്നാൽ ഇപ്പൊ നമുക്ക് AICT UGC മെഡിക്കൽ കോളേജിൽ തുടങ്ങാം. മെഡിക്കൽ ഇതിലും പുതിയ ടെക്നോളജി അവരുടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഒരു സംവിധാനപ്പെടുത്തി. ഇപ്പൊ ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ടേൺ ഓവറിന്റെ 20% സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 2.8% മാത്രമുള്ള കേരളമാണ്. 20% ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ മെഡിക്കൽ ഡിവൈസസ് കമ്പനീസ് ഓഫ് കൺട്രി. നല്ല പൊട്ടൻഷ്യലാണ്. നമ്മളിപ്പോൾ സെപ്റ്റംബർ ബയോകോൺ നടത്താൻ പോകും. കഴിഞ്ഞ വർഷം നടത്തി 2nd എഡിഷൻ. അപ്പോ ആ സ്ഥലം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ആകാം, എഞ്ചിനീയറിംഗ് കോളേജ് ആകാം, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകാം, ഗവൺമെന്റ് ആകാം, എയ്ഡഡ് ആകാം, സെൽഫ് ഫിനാൻസിങ് ആകാം, ഏത് കോളേജ് ആകാം. 2.5 ഏക്കർ കൂടുതലാണെങ്കിൽ 2.5 ഏക്കർ നേരെ നമ്മുടെ STF സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി. അപ്പൊ നിങ്ങൾക്ക് നേരെ IT, BT ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വലിയ ഫാക്ടറി പറ്റി വരില്ല. അത് കെട്ടിടങ്ങൾക്കകത്ത് പറ്റും. അതിന് 2.5 ഏക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ 2.5 and 5 ഏക്കേഴ്സ് ആണെങ്കിൽ STF സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി. ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഫണ്ട് തരും. റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ഉറപ്പിച്ച് ചെയ്ത നമുക്ക് 1.5 കോടി രൂപ വരെ അതിന് എഫ്ലൂമെന്റ് കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിരിക്കണം. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒപ്പം ആ ഏരിയ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ സെയിം സ്റ്റാറ്റസ് ആസ് ദ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ പാർക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. പിന്നെ നമ്മൾ ആ പാർക്കിന് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ബോർഡ് തരും. അപ്പോൾ അവിടെ വരുന്ന ഇൻഡസ്ട്രിക്ക് ആ ബോർഡിന് തന്നെ നിങ്ങൾ വേറെ കയറി വരാണ്. എപ്പോഴാണ് ഉദ്ഘാടനം? അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ വരും. ഒന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ സ്റ്റാറ്റസ്, പ്രൈവറ്റ് ഇൻഡസ്ട്രി പാർക്ക് നമ്മൾ അങ്ങനെ. ഞാൻ ഉദ്ഘാടനത്തിന് പാലക്കാട് ആദ്യത്തെ കത്തിന് പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് 1 വർഷത്തിനുള്ളിൽ കിട്ടണം. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് 2ന്റെ ജിയോ കൊടുത്തു. ഞങ്ങൾ ആ ഇതിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത് 2 തരും. ആർക്കായിരിക്കണം പ്രയോറിറ്റി? അവിടെ ഏത് ഇൻഡസ്ട്രിയാണോ അനുവദനീയമായത് ആ ഇൻഡസ്ട്രി ആയിരിക്കണം. ഇപ്പൊ ചിലർക്ക് റെഡ് കാറ്റഗറി വരില്ല, റെഡ് കാറ്റഗറി ഇല്ല. ഗ്രീനെ പറ്റുള്ളൂ ഗ്രീൻ, ഓറഞ്ച്. Second, land should be useful for industrial purpose as per the existing rules and acts. Wetland ആണെങ്കിൽ നമുക്ക് പറ്റില്ല, പ്ലാന്റേഷൻ പറ്റില്ല, CRS ആണെങ്കിൽ പറ്റില്ല. ഇൻഡസ്ട്രിക്ക് പറ്റുന്ന നിയമപ്രകാരമുള്ള ലാൻഡ് ആയിരിക്കണം.
ഇപ്പൊ ചിലപ്പോൾ സംശയം കോളേജിനോട് ചേർന്നില്ല, കുറച്ച് ദൂരെയാണ്, പക്ഷെ കോളേജിൽ ഓണർഷിപ്പ് തന്നെയാണോ? വി ക്യാൻ കൺസിഡർ അത് നമുക്ക്. കാരണം ഓണർഷിപ്പ് കോളേജിൽ തന്നെയായിരിക്കണം. ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റാണ് കോളേജ് നടത്തുന്നത്, ആ ട്രസ്റ്റിന്റെ ലാൻഡ് തന്നെയാണ്. കുറച്ച് ദൂരെയാണ് നല്ലതാണ്, അത്രയും പ്രശ്നപ്പെടുവരില്ലല്ലോ, കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ അത് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അത് വരില്ല, സെയിം ഓണർഷിപ്പ് ആയിരിക്കണം. ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, കുറെ കാലം കഴിഞ്ഞത് സ്റ്റെബിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ലീസ് എടുക്കാന്നുള്ളത് നമുക്ക് അപ്പം ആലോചിക്കാം, ഇപ്പോഴല്ല. അപ്പൊ ലാൻഡ് എങ്ങനെയായിരിക്കണം? ഇത്ര കണ്ടീഷൻസ്. നിങ്ങൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്പുട്ട് ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് നിങ്ങൾ കുറച്ചെങ്കിലും കൊടുക്കണം. ആദ്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് ഔട്ട്പുട്ട് ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കുറച്ച് സ്ഥലം മതി അവർക്ക്, ഒരു സിസ്റ്റം, അത് നിങ്ങൾ ഒരു ഭാഗം അവർക്ക് കൊടുക്കണം. സെക്കൻഡ്, ദ പ്രൊജക്ട്സ് ഓഫ് ദ ഫാക്കൽറ്റി. ഫാക്കൽറ്റിക്ക് ഒരു പ്രൊജക്ട് ഉണ്ട്, ആ പ്രൊജക്ടിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആവണമെന്നില്ല, ആ കോളേജ് തന്നെ ആവണമെന്നില്ല, വേറെ കോളേജ് ആവാം. നേരത്തെ പറഞ്ഞത് വേറെ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് ഔട്ട്കം അല്ലെങ്കിൽ ഇൻഡസ്ട്രി സാധ്യതയുണ്ട്, യൂണിവേഴ്സിറ്റി കണ്ടെത്തി, അതിപ്പോ നിങ്ങളുടെ കോളേജിൽ ചെയ്യാം, അതിന് സ്ഥലം കിട്ടിയാൽ ഓക്കെ, നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല, നമുക്ക് അത്ര റിസർച്ച് ഔട്ട്കം വരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഇത്ര ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന്റെ പോസിബിലിറ്റീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഇതിൽ അലുമിനി ഉണ്ടോ? അവർക്ക് കുറച്ച് പരിഗണന കൊടുക്കാം. വിദേശത്തൊക്കെ നന്നായിട്ട് അലുമിനി ഉണ്ടോ? അവരൊരു സ്വസ്ഥമായിട്ടൊരു ഇൻഡസ്ട്രിയോട് നടത്തുന്നത് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടല്ലോ, താല്പര്യം അവർക്ക് കൊടുക്കാം. പിന്നെ അതർ ഇൻഡസ്ട്രീസ് ഓൾസോ. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഏതാണോ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതിനായിരിക്കണം കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. ഇപ്പോ ഏറ്റവും ആവേശകരമായ കാര്യം 80 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പൊ തന്നെ നമ്മുടെ അടുത്ത് EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നത് മറ്റത് 27 വർഷം കൊടുക്കും. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഇപ്പൊ തന്നെ തരുമോ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. നമ്മളൊരു പരിശോധന കൂടി നടത്തേ. കാരണം അത് നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യണം. പ്രൈവറ്റ് ഇൻഡസ്ട്രി പറഞ്ഞ കുറച്ച് വ്യത്യാസമായി അത് വരുന്നത്. ഒന്ന്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് NOC വേണം. NOC ഇപ്പോൾ അവർ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഡയറക്ടർ കൂടെ ഉണ്ട്, മിനിസ്റ്റർ ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് നിശ്ചിത സമയം, ഇപ്പൊ നമ്മൾ നോക്കും എന്തെങ്കിലും വൈകുന്നേരം നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡീം ടു ബി അല്ലെങ്കിൽ ഇത്ര കാലത്തിന് ശേഷം കിട്ടിയാൽ മതി എന്ന മട്ടിൽ നമുക്ക് ഒരു കണ്ടീഷൻ വയ്ക്കാം. എന്തായാലും അവർ വളരെ പോസിറ്റീവാണ്, കാരണം എഡ്യൂക്കേഷൻ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ആ NOC വേണം. പിന്നെ നിങ്ങൾ ഒരു സംയുക്ത കമ്മിറ്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് പ്രസന്റ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഈ കോളേജ് അടച്ചിട്ട് തുടങ്ങാമെന്ന് ഓർത്തിരിക്കുന്നവരുണ്ടോ? ഇപ്പോഴത്തെ ഒരു അത് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. പണ്ട് പോളിടെക്നിക് അപ്ഗ്രേഡ് ചെയ്യണം എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പൊ വരുന്ന ആവശ്യം എന്താ? എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ട് പറയുന്നത് എന്താ? പോളിടെക്നിക് കൂടി കിട്ടും. നേരത്തെ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ആക്കാൻ പറ്റും, എഞ്ചിനീയറിംഗിൽ തന്നെ ബിടെക്കിന് MTech വരും, MTech റിസർച്ചിനപ്പോ ഞങ്ങൾക്ക് റിസർച്ച് സെന്റർ ആയിട്ട് റെക്കഗ്നേഷൻ കിട്ടും. ഇതായിരുന്നു പണ്ടത്തെ ഉൾക്കണ്ട. ഡിമാൻഡ് കുറഞ്ഞു. സർവൈവൽ ഓഫ് ലേസസ് ഫെയർ ആണല്ലോ, സർവൈവൽ ഓഫ് ഫിറ്റ്നസ് കൂടുതൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് കൂടുതൽ വന്നു. അപ്പോൾ ഇവിടെ ഇത് വരും. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനല്ല. ഈ എഡ്യൂക്കേഷനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഈ പ്രശ്നത്തിൽ എത്ര സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മുൻപിൽ ഒരു കത്ത് കിട്ടാൻ വരുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കത്ത് കൊടുത്തിട്ടൊന്നും എല്ലാം കിട്ടുന്നില്ല. പക്ഷെ മാനേജ്മെന്റ് കോട്ടയിൽ അവരുടെ അനുസരിച്ച് ഞാൻ എല്ലാ കാര്യത്തിലും എഴുതും ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവസാനം വാഴ ഞാൻ എല്ലാത്തിനും ചേർക്കും. അവരുടെ മാനദണ്ഡം ഉണ്ടാവും. ഒത്തിരി വലിയ നിലവാരമുള്ള സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കും. എങ്ങനെയാണ് സ്ഥാപനത്തിന്റെ നിലവാരം, അതിന് മാർക്ക് ഉണ്ടാവും. കുട്ടികളുടെ റിസൾട്ട് എങ്ങനെയാണ്, ഒക്കെ നിങ്ങൾക്കൊരു പ്രോത്സാഹനം വേണമല്ലോ ഇതിന്റെ ഭാഗമായിട്ട്. അങ്ങനെ നിങ്ങളുടെ ഇത് അംഗീകരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ഗവൺമെന്റിന് കൊടുക്കും. അപ്പോൾ ഗവൺമെന്റുകാർക്ക് ഞങ്ങൾ കാശാക്കി തരുമെന്ന് ചിന്തയുണ്ടാവും. കാശ് നിങ്ങൾ നേരത്തെ തന്നെ പോകുമ്പോൾ എല്ലാമായി ബന്ധപ്പെട്ട് ഒരുക്കി കൊള്ളണം.
ചിലവായാൽ അപ്പോൾ വ്യവസായ വകുപ്പ് റീഇംബേഴ്സ് ചെയ്യും. എങ്കിലും യൂണിവേഴ്സിറ്റി സെന്ററുകൾ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അവർക്കും പരിഗണനയുണ്ടോ? മറ്റു കോളേജുകൾക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? മെറിറ്റായിരിക്കും. ഈ മാനദണ്ഡങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുക. ഈ വർഷം നമ്മൾ ഇപ്പോൾ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് വന്നിട്ട് 25 എണ്ണത്തിന് ഈ വർഷം തന്നെ അനുമതി കൊടുക്കാം എന്നാണ് കരുതുന്നത്. 25 80-ൽ 25 ചലഞ്ചായിരിക്കും നിങ്ങൾക്ക് എല്ലാവരും. എന്നാൽ കൂടുതൽ മികവുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഈ 20 നല്ലത് 50 വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച്, ഞങ്ങളൊരു ജനിക്കുള്ളവരാണല്ലോ ഈ ഗവൺമെന്റ്, അപ്പോൾ ഒന്നിച്ച് ചിലപ്പോൾ പമ്പ് ചെയ്യാൻ വേണ്ടിയില്ലെങ്കിലും ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ നോക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നോക്കാതും. പക്ഷെ ക്വാളിറ്റി നമ്മൾ ആദ്യ വർഷങ്ങളിൽ ഡയറി കോംപ്രമൈസ് ചെയ്യില്ല. കാരണം നമുക്ക് ആദ്യം നമ്മുടെ മാതൃക ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇതാണ് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഒരു കോൺസെപ്റ്റ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് 2 മേഖലയ്ക്ക് എത്തും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തന്നെ സഹായകരമാകും. അപ്പോൾ നിങ്ങളും മാനേജ്മെന്റുകൾ, ടീച്ചറിംഗ് ഫാക്കൽറ്റി എല്ലാവരും ഈ കോൺസെപ്റ്റ് അതേപോലെ ഉൾക്കൊള്ളണം. പിന്നെ അത് ഇവര് എത്രമാത്രം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ പ്രൊപ്പോസൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സുധീർ ഡയറക്ടറോട് എഴുതുകൊണ്ട് ഞാൻ പറയും, മിനിസ്റ്റർ ഓൺലൈനാണ്. ഇപ്പോൾ ഒരു IT വിദ്യാർത്ഥി അവിടെ തന്നെ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു. അത് പാർട്ട് ടൈം ജോലി ചെയ്യണം. അത് ഇതിനകത്തുണ്ട്. അതിനുള്ള പ്രൊവിഷൻ കൊടുക്കണം. ഇപ്പോ യൂണിയൻ ബഡ്ജറ്റിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ 1 ഇയർ ഇന്റേൺഷിപ്പ് കേട്ടു. IBM വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഫുൾ ടൈം ഇന്റേൺഷിപ്പ് വേണം. നമ്മൾ അന്ന് തന്നെ ഓൺലൈൻ മീറ്റിംഗ് VC-മാരായി വെച്ച് അവർ ആവശ്യം വെച്ചപ്പോൾ തന്നെ ആ ടേബിളിൽ വെച്ച് തന്നെ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് വെച്ച് 6 മാസം ഇന്റേൺഷിപ്പ് കൊടുത്ത് 1 ഇയർ ഇന്റേൺഷിപ്പ് അംഗീകരിച്ചു. ഫുൾ ടൈം 1 ഇയർ ഇന്റേൺഷിപ്പ്. ഇവിടെ ഇത് ഇന്റേൺഷിപ്പ് അല്ല, ഇത് പാർട്ട് ടൈം ജോബ് നൽകിയ ഇന്റേൺഷിപ്പും അവിടെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഞങ്ങളുടെ പ്രയോറിറ്റി ഏരിയകളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണെങ്കിൽ അവിടെ ഞങ്ങൾ ഇന്ന മേഖലകളിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റിന് മുകളിലുള്ള സ്ഥാപനങ്ങൾ വരാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കുന്ന ഫ്രഷ് റിക്രൂട്ട്മെന്റിന് ഒരാൾക്ക് 5000 രൂപ വെച്ച് നമ്മൾ നൽകും. ലോക്കൽ എംപ്ലോയ്മെന്റ് ഒരു ഈ 22 പ്രയോറിറ്റി സെക്ടറിൽ സ്ഥാപനം അവിടെ നിങ്ങൾ ലോക്കലായിട്ട് തന്നെ ആളെടുക്കുന്നു. നമ്മൾ ലോക്കൽ സംവരണം ഒന്നും കൊടുത്തില്ല. റിസർവേഷൻ കേരളം മലയാളിക്ക് മാത്രമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 5000 രൂപ അവർക്ക് ആദ്യത്തെ 3 വർഷത്തിൽ 12 മാസം ഫസ്റ്റ് 1 ഇയർ നമ്മൾ മാസം 5000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കും. ബാക്കി നിങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ പറഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയാണത്. ഞങ്ങളുടെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. അത് ഹയർ എഡ്യൂക്കേഷൻ അവസാനം അംഗീകരിക്കുന്നത്. ഒരു പോളിമർ ടെക്നോളജി സ്റ്റുഡൻറ് ഒരു റബ്ബർ കമ്പനി അതിൻ്റെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. വേജ് അവർലി വേജ് കിട്ടുന്നു, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടുന്നു. പോളിമർ ടെക്നോളജി പഠിക്കുന്ന കുട്ടി റബ്ബർ ടെക്നോളജിയിലാണ് ജോലി ചെയ്യുന്നത്. സെയിം. അപ്പോൾ ഹൗ മെനി അവേഴ്സ്, എത്ര മണിക്കൂർ അവിടെ ജോലി ചെയ്യണം? ആ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് അത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ. ഞങ്ങളുടെ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്, അവർ ഫൈനലൈസ് ചെയ്തത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കൂടെ ഒരു പൊട്ടൻഷ്യലായി. കമ്പ്യൂട്ടർ പഠിക്കുന്നു, BTech കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് ഒരു IT കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനി, അവിടെ ഈ കുട്ടി പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. ഒരു വർഷം ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. അതൊരു ഫോർമുല ഉണ്ടാക്കണം. അതിനനുസരിച്ച് ഇത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും. നമ്മളിപ്പോൾ സംഗീതത്തിന് കൊടുക്കും, സ്പോർട്സിന് കൊടുക്കും, ഒപ്പം ഇതിനും കൊടുക്കണം. ഇങ്ങനെ അതുകൂടി വന്നാൽ അവർ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഭയങ്കര പാർപ്പറിക്കിംഗ് ആയിരിക്കും. അപ്പോൾ പിന്നെ കുട്ടികളൊന്നും വിദേശത്തൊന്നും പോലും ഇത്രയും നല്ല സ്ഥലം ലോകത്ത് താമസിക്കാൻ വേറെ ഇല്ലാതെ കേരളം പോലെ നമ്മുടെ പല ഘടകങ്ങളാലാണ്. ഇന്ത്യയിലെ അന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ മാറ്റം വരുന്നുണ്ടും നേരത്തെ കഴിഞ്ഞൊരു 3-4 വർഷം നോക്കി സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുന്ന എണ്ണം കൂടിയിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞങ്ങളുടെ ED ക്ലബ്ബുകൾ, അത് നിങ്ങളുടെ കോളേജിലുണ്ടോ ഞങ്ങൾ നോക്കും. ഇത് വരുന്നു നമ്മുടെ ED ക്ലബ്ബുകൾ ഞങ്ങൾ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 12 അവരെന്ന് വിളിക്കുകയാണ്. ടീച്ചേഴ്സ് ഇൻചാർജ് അല്ലെ, കോർഡിനേറ്റേഴ്സ്.
എല്ലാ കോളേജിലും സ്കൂളിലും നമുക്ക് ED ക്ലബ്ബ് വരും. അവരെയും കൂടി ഒന്ന് ഉഷാറാക്കണം ഈ പദ്ധതി. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ എല്ലാ കോളേജുകളിലും ED കോർഡിനേറ്റേഴ്സ് വിളിക്കുന്നുണ്ട്. എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്നതിനപ്പുറത്താണ് കുട്ടികൾ കാണുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച കുട്ടികളില്ലേ, ജെൻ റോബോട്ടിക്സ്, ഇപ്പോൾ 400 പേര് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണം, 300 പേരെടുത്ത് പാലക്കാട് ചെയ്യാൻ പോകണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ കണ്ട കമ്പനി ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അവർ ഫൗണ്ടറായി തുടങ്ങി. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഇവിടെ ചെയ്ത് ഇലോൺ മസ്കിന്റെ പ്രധാനപ്പെട്ട സംവിധാനം കൊച്ചി ഇവിടെ തുടങ്ങുകയാണ്. ഇന്റർനാഷണൽ കമ്പനികളിൽ കൂടെ വന്നു, IBM വന്നു, അതുപോലെ പ്രധാനപ്പെട്ട കോഗ്നിസന്റ് വന്നു, ഇവിടെ സഫ്രാൻ വന്നു, സ്പേസ് വന്നു, ഇനി വെൻഷർ വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സിക്രോൺ പ്രധാനപ്പെട്ട സിസ്റ്റോൺ അവരുടെ കൂടെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വലിയ കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ മേഖല നിങ്ങൾ ചെറിയ സ്ഥാപനങ്ങളായിരിക്കും. ഇവിടെ MSME നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ് 3 വർഷം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ 2,20,000-ലധികം പുതിയ MSMEകൾ വന്നു. അപ്പോൾ ചിലർ എത്ര ഉണ്ടോ. ഇപ്പം നമ്മളെല്ലാം ജിയോ മാപ്പിംഗ് നടത്തി. നമ്മുടെ എക്സിക്യൂട്ടീവ് എല്ലാ പഞ്ചായത്തിലും നിങ്ങൾക്ക് വളരെ സഹായം കിട്ടും. എല്ലാ പഞ്ചായത്തിലും വ്യവസായ വകുപ്പിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഹാൻഡ്, ചിലർക്ക് സംശയമുണ്ടോ എന്തൊക്കെ ചെയ്യും, ഒരു ഹാൻഡ് ഹോൾഡ് സർവീസ് അത് ഉറപ്പുവരുത്തിക്കൊള്ളണം. എല്ലാ പഞ്ചായത്തിലും ഒരാളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ തുടക്കം തന്നെ ഇപ്പോൾ പഴയ പോലെയല്ല, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടോ, നിങ്ങളെ ഒരു പലാമൊന്ന് കണ്ടിട്ടുണ്ടോ, താല്പര്യമുണ്ടോ? നേരത്തെ ഇങ്ങോട്ട് വന്നാൽ നോക്കാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി സംരംഭങ്ങൾ കൊണ്ടുവരിക. പിന്നെ കണ്ണടകളൊക്കെ മാറ്റി കൊടുത്തു, നല്ല പവറുള്ള കണ്ണടകൾ ഓഫീസേഴ്സ്. നേരത്തെ സംശയത്തിന്റെ കണ്ണടയായിരുന്നു, നമ്മൾ പറ്റിക്കാനാണോ വന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റി ട്രസ്റ്റിന്റെ പുതിയ ബ്രാൻഡുള്ള കണ്ണട കൊടുക്കും, വിശ്വാസത്തിന്റെ കണ്ണട. ചിലർ തട്ടിപ്പേറും കൂട്ടത്തിലുണ്ടാവും, എങ്ങനെയെങ്കിലും വളരെ അപൂർവമാണ്, അതെല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ വിശ്വാസത്തോടെ സമീപിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായി സംരംഭക സമൂഹത്തിൽ നല്ല ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയണം. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക. കോളേജുകളുടെ സിലബസുകളും യൂണിവേഴ്സിറ്റി ചിലതിൽ ഓട്ടോണമസ് ആണ്. ഓട്ടോണമി അക്കാഡമിക് ഓട്ടോണമി കൃത്യമായിട്ട് വേണം. അതിന് പുതിയ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഫീസ് നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമായിട്ട് ചുരുങ്ങി. ചിലർ അങ്ങനെയാണ്, ഞങ്ങൾക്ക് നിശ്ചയിക്കാനല്ല. നിങ്ങൾ അക്കാഡമിക് ഫിനാൻഷ്യൽ ഓട്ടോണമി അല്ല, അക്കാഡമിക് ഓട്ടോണമി പ്രധാനമായിരിക്കണം. അത് ഓരോ സ്ഥാപനവും അതിനാണ് നിലവാരം. ഇപ്പോൾ ഇതിൽ സയൻസ് മാത്രമല്ല, ആർട്സിൽ നിങ്ങൾക്ക് തുടങ്ങാം, ഫിൻടെക്, എഡ്യൂടെക് ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങാം. ഇപ്പോൾ എക്കണോമിക്സുകാർക്ക് അവസരം കിട്ടും, കോമേഴ്സുകാർക്ക് അവസരം കിട്ടും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സൈക്കാട്രിയാണ്, സൈക്കോളജി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിമാൻഡ്. അതിനും ചില സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, ഓൺലൈൻ വെച്ച് AI വെച്ച് എന്നൊക്കെ ചെയ്യാം. അതെല്ലാ മേഖലയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ് മാത്രം മാനുഫാക്ചറിംഗ് മാത്രമാണ് കരുതുന്നില്ല, അല്ലെങ്കിൽ IT മാത്രമാണെന്നല്ല. ആർട്സ് ആൻഡ് സയൻസിലും സാധ്യതകളുണ്ട്. പുതിയ സാധ്യതകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഡിമാൻഡ് വരുന്ന ഒരു മേഖലയായിട്ട് അത് മാറുന്നുണ്ട്. എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഈ ഫിനാൻഷ്യലി എത്തേണ്ട ഈ സാമ്പത്തിക വർഷം തന്നെ എത്തുന്നതിന് കഴിയണം. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് മുഴുവൻ ആളുകളും വ്യവസായ വകുപ്പിനെ രേഖപ്പെടുത്തി മറ്റു കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഉറപ്പ് കൂടി നൽകി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നന്ദി സർ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അവർ കാസർഗോഡ് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമ്മോടൊപ്പം വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്നതിൽ അസൗകര്യോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി സർ. ചടങ്ങിൽ ആശംസയേകുന്നതിനായി കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ K. സുധീർ IAS അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജീവ് സർ, മിനിസ്റ്റർ സെക്രട്ടറി അനീഷ് കുമാർ സർ, വ്യവസായ വാണിജ്യ ഡയറക്ടർ ഹരീഷ് സർ, മാനേജിംഗ് ഡയറക്ടർ കിൻഫ്ര സന്തോഷ് കൃഷി തോമസ് അവர்கள், എൻ്റെ മുമ്പിലുള്ള വ്യവസായ സംരംഭകരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വളരെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിൻ്റെ മുന്നോടിയായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ മറ്റൊരു കാൽവെപ്പാണ് ഇന്ന് നടന്ന ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതി. വ്യവസായ പാർക്കുകൾ
ശക്തമായി വിജയം കൈവരിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് കിൻഫ്രയിൽ നിന്നും നോക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ 93% ഞങ്ങളുടെ പാർക്കുകൾ ഫിൽഡാണ്. നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി, അതും ഏതാണ്ട് 85% ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ സ്ഥലലഭ്യതയും അതുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യവസായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതിനൊരു മാറ്റം കൊണ്ടുവരാനാണ് ശരിക്കും നമുക്ക് ഈ ക്യാമ്പസ് പാർക്ക് പദ്ധതി എന്ന ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതൊരു ഏറ്റവും നല്ല രീതിയിൽ പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ 3 വർഷത്തിനിടയിൽ ഏതാണ്ട് 240 വ്യവസായ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ കിൻഫ്ര പാർക്കിൽ തുടങ്ങി. അതിൽ 58 പേര്, കണക്ക് കൃത്യമായിട്ട് 58 പേര് 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. മറ്റ് പലരിൽ നിന്ന് വ്യത്യസ്തമായി അവർ എന്തുമാത്രം സീരിയസ് ആയിട്ടാണ് ആ ബിസിനസ് ചെയ്യുന്നതെന്ന് നോക്കണമെങ്കിൽ അവർ 3 മാസം കൂടുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളും അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ശക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ക്യാമ്പസുകളിൽ നിന്നും വരുന്നവർക്ക് ഒരു ഓൺട്രപ്രനർ മനസ്സുണ്ട്. അത് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വ്യവസായത്തിൻ്റെ അന്തരീക്ഷത്തിൽ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എംപ്ലോയബിലിറ്റി ഒക്കെ ഒരു പ്രോബ്ലമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ എന്തെങ്കിലും ഡിസ്കണക്റ്റ്, അതായത് ഇൻഡസ്ട്രി അക്കാഡമി ഡിസ്കണക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വലിയ അളവ് വരെ. പണ്ട് നമ്മളൊക്കെ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാലാണ് ഞാൻ 35 വർഷം മുമ്പ് അല്ലെങ്കിൽ 38 വർഷം മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോജക്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും കെൽട്രോണിലോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അതിന് കാത്തു നിന്നൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ തീർച്ചയായും അവിടെയുള്ള കുട്ടികൾക്ക് അത് ഗുണകരമാവും. അതിപ്പോൾ ഞാൻ ടെക്നിക്കൽ കോളേജസാണ് പറഞ്ഞതെങ്കിലും ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും എല്ലാ കോളേജുകളിലും ഗുണമുണ്ടാകും. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പോലെ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിനകത്ത് പോലും ഇത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഗുണകരമാകും. ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ട് തന്നെയാണ് ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതി നമ്മൾ കാണേണ്ടത്. കാരണം ഭാവിയിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് നല്ല രീതിയിൽ വളരാനുള്ള സൗകര്യങ്ങളാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റും ഇത് നടത്താൻ ചെയ്യുന്ന KSIDC മറ്റ് എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരോടും എൻ്റെ ആശംസകൾ കിൻഫ്രയുടെ പേരിലും കൂടെ നേരുന്നു. താങ്ക് യു. നന്ദി സർ. ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്